അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം. നമ്മൾ ശരിക്കും അള്ളാഹു സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് അടയാളങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്കിടക്കിടക്ക് തൗബ ചെയ്യാൻ തോന്നാറുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുറ്റബോധം വരികയും ആ തെറ്റ് തിരുത്താനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് അമിതമായി തോന്നുകയും ചെയ്യാറുണ്ടോ? പിന്നീട് നിങ്ങൾ അത് ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കാറുണ്ടോ? അതല്ലെങ്കിൽ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നി, പക്ഷേ അതിനെ നിങ്ങൾ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. പക്ഷേ നിങ്ങളതവിടെ ഉപേക്ഷിച്ചു പോവാതെ വീണ്ടും 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 ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? നിസ്കാരം നഷ്ടമായാൽ, അതല്ലെങ്കിൽ ഖുർആൻ ഓതാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ എവിടേക്കെയോ ഒരു വിഷമം തോന്നാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെല്ലാം നല്ല അടയാളങ്ങളാണ്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്. അള്ളാഹു ആരെയെങ്കിലും നന്മയിലേക്ക് നയിക്കാൻ തീരുമാനിച്ചാൽ അവരുടെ ഹൃദയത്തെ അവനിലേക്ക് തിരിക്കുന്നു. നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുന്നു. ഇനി അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ എല്ലാ ദിവസവും നമുക്ക് ഒരു ചെറിയ ദിക്ർ പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹു പറയുന്നു, ചില ആളുകളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു. അവർ എന്നെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഞാൻ അവരെക്കുറിച്ച് മലക്കുകളോട് പറയുന്നു. അവർ എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവരിലേക്ക് അടുക്കുന്നു. എന്നാൽ ആരാണവർ? അർദ്ധരാത്രി എണീറ്റ് നിസ്കരിക്കുന്നവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഒരു സമയം വരും, ആളുകൾ നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങളിൽ നിന്ന് അവർ സ്വയം അകന്നു പോകും. പക്ഷേ നിങ്ങൾ സങ്കടപ്പെടരുത്. അള്ളാഹു നിങ്ങളോട് പറയുകയാണ്, അവർ എല്ലാവരും പോയി, ഇനി നീയും ഞാനും മാത്രമേ ഉള്ളൂ. വരൂ, ഞാൻ നിങ്ങൾക്കായി ഇവിടെയുണ്ട്, എപ്പോഴും ഇവിടെയുണ്ട്. ആരെങ്കിലും തിന്മ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ അവർ നന്നാവണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് ഒരു നല്ല അടയാളമാണ്. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അത്. ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്നും അവൻ മോചിതനാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അടയാളമാണ്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നിങ്ങൾ കരയുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് സ്വമേധയാ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടാനിട്ടല്ല, പകരം അള്ളാഹു നിങ്ങളെ പാകപ്പെടുത്തുകയാണ്. ഓരോ പ്രതിസന്ധിയിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ റബ്ബിന് നമ്മുടെ ദേഷ്യമല്ല, മറിച്ച് കൂടുതൽ അവനിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെ ശരിക്കും പല സമയത്തും നമ്മളെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, അതിനേക്കാൾ നല്ലത് എനിക്കത് കിട്ടാതിരുന്നതായിരുന്നു എന്ന്. അത് അള്ളാഹുവിൻ്റെ ഒരു സ്നേഹമായിരുന്നു. ശരിക്കും അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. നമ്മളെക്കാളും എല്ലാം കാണാൻ കഴിയുന്നത് റബ്ബിനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയായിരുന്നു അത് നമുക്ക് യോജിച്ചതല്ല എന്ന്. അതുകൊണ്ടാണ് അത് നമുക്ക് അന്ന് ഇനി വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് റബ്ബിനോടുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നിങ്ങളെ ഓർക്കുന്നു, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.
അതുപോലെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ റീൽസ് കാണുമ്പോഴൊക്കെ അള്ളാഹുവിനോട് അടുക്കാനുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നിങ്ങനെ വന്നു പോകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലേക്ക് നിങ്ങൾ അടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് മനഃപൂർവ്വം അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നിങ്ങൾക്കതിനുള്ള അവസരങ്ങൾ, അവനോട് കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ്. അതുകൊണ്ട് ഇതെല്ലാം അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതൊരു സ്വതക്കയായി പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.